കേരളത്തിന്റെ ജലസമൃദ്ധമായ വേമ്പനാട് കായലിന്റെ അടിത്തട്ടിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു നിധിയാണ് കക്ക. കായലിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഈ ജീവികൾ തീരദേശ ജനതയുടെ, പ്രത്യേകിച്ച് പിന്നാക്ക വിഭാഗങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സും ജീവിതമാർഗവുമാണ്. ഈ വേമ്പനാടൻ കക്കയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. വേമ്പനാട് കായലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ അന്നവും ഉപജീവനവും ഈ ചെറിയ ചിപ്പികളിലാണ് കുടികൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ കക്കയെ കേവലം ഒരു ഭക്ഷ്യവസ്തുവായി കാണാനാവില്ല. അത് ഈ ജലാശയത്തിന്റെ സംസ്കാരവും ജീവനാഡിയുമാണ്. വേമ്പനാട് കായലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ അന്നവും ഉപജീവനവുമാണ് ഈ ചെറിയ ചിപ്പികളിൽ കുടികൊള്ളുന്നത്. കക്കവാരൽ ഒരു പരമ്പരാഗത തൊഴിലായാണ് കണക്കാക്കപ്പെടുന്നത്. പുലർച്ചെ കായലിലേക്ക് ഇറങ്ങുന്ന തൊഴിലാളികൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് കക്ക വാരിയെടുക്കുന്നത്. ഈ ജോലിക്ക് ശാരീരിക അധ്വാനം വളരെ വലുതാണ്. ദിവസവും മണിക്കൂറുകൾ വെള്ളത്തിൽ ചെലവഴിച്ചാണ് ഓരോ കക്കവാരൽ തൊഴിലാളിയും തങ്ങളുടെ ഉപജീവനം കണ്ടെത്തുന്നത്. ഇവരിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ കഠിന പ്രയത്നത്തിൽ പങ്കുചേരുന്നു. ഇപ്പോഴും പരമ്പരാഗത രീതിയിലാണ് കക്ക സംസ്കരണം ചെയ്യുന്നത്. കക്കയ്ക്ക് വേമ്പനാട് കായലിലെ പരിസ്ഥിതിയിൽ വളരെ പ്രധാനപ്പെട്ട ധർമ്മമാണുള്ളത്. കായലിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിൽ കക്കകൾക്ക് വലിയ പങ്കുണ്ട്. വെള്ളത്തിലെ മാലിന്യങ്ങളും പോഷകങ്ങളെയും ഫിൽട്ടർ ചെയ്ത് നീക്കം ചെയ്യുന്നതിലൂടെ കായലിലെ ജലത്തിന്റെ ഗുണനിലവാരം നിലനിർത്താൻ ഇവ സഹായിക്കുന്നു. വേമ്പനാട് കായലിന്റെ സ്വാഭാവികമായ ശുചീകരണ പ്രക്രിയയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് കക്ക. അതുകൊണ്ട് തന്നെ കക്കയുടെ കുറവ് കായലിന്റെ ജലജീവികളുടെ ആവാസ വ്യവസ്ഥയും മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കും. സാമ്പത്തികമായി നോക്കുമ്പോൾ കക്കയെ അടിസ്ഥാനമാക്കിയുള്ള ഈ വ്യവസായം പ്രദേശത്തെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സാണ്. ശേഖരിക്കുന്ന കക്കകൾ വൃത്തിയാക്കി വേവിച്ച് മാംസം വേർതിരിച്ചെടുത്ത് പ്രാദേശികമായും മറ്റ് ജില്ലകളിലേക്കും കയറ്റി അയക്കുന്നു. കക്കയുടെ പുറന്തോട് ചുണ്ണാമ്പും നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. കെട്ടിട നിർമ്മാണ സാമഗ്രിയായും കൃഷിക്ക് വളമായും പേപ്പർ വ്യവസായത്തിലും കക്കയുടെ തോടുകൾക്ക് വലിയ ഡിമാൻഡുണ്ട്. കക്കയുടെ മാംസത്തെക്കാൾ കൂടുതൽ വിറ്റുവരവ് പലപ്പോഴും കക്കത്തോടുകൾക്ക് ലഭിക്കാറുണ്ടെന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ ഇന്ന് വേമ്പനാട് കായലിലെ കക്കവാരൽ സമൂഹം നിരവധി വെല്ലുവിളികളും നേരിടുന്നു. കായൽ നികത്തൽ, മലിനീകരണം, അശാസ്ത്രീയമായ കക്കവാരൽ രീതികൾ എന്നിവ കാരണം കക്കയുടെ ലഭ്യതയിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം, കായലിൽ ഉപ്പുവെള്ളത്തിന്റെ അളവിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവ കക്കയുടെ പ്രജനനത്തെയും വളർച്ചയെയും ബാധിക്കുന്നു. ഈ വെല്ലുവിളികൾ കാരണം ഈ പരമ്പരാഗത തൊഴിൽ ഉപേക്ഷിക്കാൻ പലരും നിർബന്ധിതരാവുകയാണ്. കായലിലെ അമിത ചൂഷണവും യന്ത്രവൽകൃത ഡ്രഡ്ജിങ്ങും വേമ്പനാട് കായലിന്റെ ജൈവ വൈവിധ്യത്തെയും കക്കയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തെയും ഒരുപോലെ ദോഷകരമായി ബാധിക്കുന്നു. ചെറിയ കക്കകൾ പോലും വാരിയെടുക്കുന്നത് ഉൽപാദനം കുറയ്ക്കുന്നുണ്ട്. യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള ഡ്രഡ്ജിംഗ് പോലുള്ള രീതികൾ കക്കകൾ വളരുന്ന കക്കപ്പാടങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കുന്നു. ലൈം ഷെൽ ശേഖരണത്തിനായി കായലിന്റെ അടിത്തട്ടിൽ 10 മീറ്ററിലധികം ആഴത്തിൽ ഡ്രഡ്ജ് ചെയ്യുന്നത് ജലജീവികളെയും നശിപ്പിക്കുന്നു. ഈ പ്രശ്നങ്ങൾ മത്സ്യസമ്പത്തിനെ വലിയ തോതിൽ ബാധിക്കുന്നു. കക്കപ്പാടങ്ങൾ നശിക്കുന്നത് കക്കകളെ ആശ്രയിച്ച് ജീവിക്കുന്ന മറ്റ് മത്സ്യങ്ങളുടെയും മറ്റ് ജലജീവികളുടെയും കുഞ്ഞുങ്ങൾക്കും മുട്ടകൾക്കും ദോഷകരമാണ്. കൂടാതെ തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചതിന് ശേഷം ഉപ്പുവെള്ളത്തിന്റെ അളവിലും താപനിലയിലും വന്ന മാറ്റങ്ങൾ കക്കകളുടെ പ്രജനനത്തെയും അതിജീവനത്തെയും ബാധിച്ചു. ഡ്രഡ്ജിംഗ് പോലുള്ള മനുഷ്യന്റെ ഇടപെടലുകൾ ഈ ആവാസ വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു.